ഇഴച്ചെമ്പകം എന്ന സസ്യത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. കേരളത്തിൽ കാണപ്പെടുന്ന നമുക്കെല്ലാം പരിചയമുള്ള ഇലപൊഴിയും ചെറുമരമാണ് അമ്പകം അഥവാ ഇഴച്ചെമ്പകം. കാഴ്ചയ്ക്ക് വളരെ ഭംഗിയുള്ള നറുമണം പേറുന്ന പൂക്കളാണ് ഇവയുടേത്. അപ്പോസൈനേസി സസ്യകുടുംബത്തിലെ ഒരു വൃക്ഷമാണ് ഇഴച്ചെമ്പകം അഥവാ ചെമ്പകം. സ്വർണ്ണച്ചെമ്പകം, ശ്വേതചെമ്പകം, ഈഴച്ചെമ്പകം, മഞ്ഞച്ചെമ്പകം, പരതച്ചെമ്പകം, അർക്കച്ചെമ്പകം എന്നിങ്ങനെ ചെമ്പകം 8 തരമുണ്ടെന്ന് പറയപ്പെടുന്നു. കള്ളിവർഗത്തിൽപ്പെട്ട കറ അഥവാ വെളുത്ത പാലുള്ള ചെമ്പകമാണ് ഈഴച്ചെമ്പകം. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം പ്ലുമേറിയ റുബ്ര എന്നുള്ളതാണ്. ഫ്രഞ്ച് സസ്യശാസ്ത്രജ്ഞനായ ചാൾസ് പ്ലുമേറിയയുടെ സ്മരണാർത്ഥമാണ് ഇവയ്ക്ക് പ്ലുമേറിയ എന്ന ശാസ്ത്രീയ നാമം നൽകിയത്. മലയാളത്തിൽ ഇതിനെ അമ്പകം, ചെമ്പകം, ഈഴച്ചെമ്പകം, അലറി, അലറിപ്പാല, പാല, കള്ളിപ്പാല, കുങ്കുമം, അമ്പലപ്പാല, ഗുളികൻ ചെമ്പകം, കുങ്കുമക്കള്ളി എന്നൊക്കെ ഇതറിയപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിനെ ഫ്രാങ്കിപ്പനി എന്നും പ്ലുമേറിയ എന്നും വിളിക്കുന്നു. സംസ്കൃതത്തിൽ ഇതിനെ ക്ഷീരചെമ്പക, ശ്വേതചെമ്പക എന്നൊക്കെയാണ് വിളിക്കുക. ഹിന്ദി ഭാഷയിൽ ഇതിനെ ഗൊലഞ്ചി, ഗൊലാച്ചിൻ, ചമ്പ, ചമേലി, ഗോപുരച്ചമ്പ എന്നൊക്കെ വിളിക്കുന്നു. തെലുങ്ക് ഭാഷയിലെ ദേവഗണ്ണേരു എന്നാണ് വിളിക്കുക. തമിഴ് ഭാഷയിലെ നിലസംപങ്കി എന്നാണ് വിളിക്കുക. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. മെക്സിക്കോ സ്വദേശമായ ഈ വൃക്ഷം വളരെ കാലം മുൻപ് തന്നെ ശ്രീലങ്കയിൽ എത്തപ്പെട്ടിരുന്നു. അവിടെ നിന്നാണ് ഇവ ഇന്ത്യയിൽ എത്തിച്ചേർന്നത് എന്ന് കരുതപ്പെടുന്നു. അതിനാലാണ് ഇവ ഈഴച്ചെമ്പകം എന്നറിയപ്പെടുന്നത്. ശ്രീലങ്കയ്ക്ക് പണ്ട് ഈഴത്തുനാട് എന്നൊരു പേരുണ്ടായിരുന്നു. അതിശൈത്യവും വരൾച്ചയും ഇവയ്ക്ക് താങ്ങാൻ സാധിക്കുകയില്ല. വെസ്റ്റ് ഇൻഡീസ്, പടിഞ്ഞാറൻ മെക്സിക്കോ, ഫ്ലോറിഡ, ഇന്ത്യ, ശ്രീലങ്ക, ബർമ്മ, നേപ്പാൾ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ ഇവ കാണപ്പെടുന്നുണ്ട്. രൂപവരണം നോക്കാം. വർഷത്തിൽ മിക്കപ്പോഴും പൂവിടുമെങ്കിലും മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് പൂക്കൾ അധികവും ഉണ്ടാകാറുള്ളത്. 2 ആഴ്ച വരെ വാടാതെ ചെടിയിൽ പൂക്കളുണ്ടാകും. ഇവയുടെ പൂക്കൾ സുഗന്ധമുള്ളവയാണ്. സർവ്വസാധാരണമായി വെള്ള നിറമുള്ള പൂക്കളാണ് കൂടുതലുള്ളത്. അതിൻ്റെ മധ്യത്തിലായി നേർത്ത മഞ്ഞ നിറം കാണപ്പെടുന്നു. പൂവുകൾക്ക് പൊതുവെ 5 ഇതളുകൾ ഉണ്ടായിരിക്കും. ഇലകൾ കൂട്ടമായി ശിഖരങ്ങളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്നു. ഇലകൾക്ക് 19 തുടങ്ങി 20 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുണ്ടാകും. ഇലകളുടെ അഗ്രഭാഗം കുന്താകാരമാണ്. 10 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈഴച്ചെമ്പകത്തിൻ്റെ തായ്തടി വളഞ്ഞു പുളഞ്ഞാണ് വളരുന്നത്. തണ്ടിൻ്റെ പുറംഭാഗം മിനുസമുള്ളതും ഉരുണ്ടതുമാണ്. തടിയുടെ ഈടും ഭംഗിയുമുള്ള കാതലിന് കറുപ്പ് നിറമാണ്. ഈ കാതൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകൂ. അധികം ബലമില്ലാത്ത തടിയിൽ വെള്ളയാണ് കൂടുതൽ. ഈഴച്ചെമ്പകത്തിൻ്റെ വേരിന് കാതൽ കാണപ്പെടുന്നുണ്ട്. വളരെ അപൂർവമായി മാത്രമേ പ്ലുമേറിയയിൽ കായ്കളും വിത്തുകളും ഉണ്ടാകാറുള്ളൂ. പൂവിൻ്റെ താഴെ ഭാഗം നേർത്ത കുഴലാകൃതിയിൽ ആയതുകൊണ്ട് സ്വാഭാവികമായി പരാഗണം നടക്കാറില്ല. കൃത്രിമ രീതിയിൽ പരാഗണം നടത്തിയാൽ കാളക്കൊമ്പിൻ്റെ ആകൃതിയിൽ നീണ്ടുവളഞ്ഞ 2 കായ്കൾ ഒരു തണ്ടിൽ തന്നെ ഉണ്ടാകും. ഫലത്തിന് ഏകദേശം 10 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ഇവ വിളഞ്ഞു പാകമായാൽ നീളത്തിൽ നേർത്ത് ഒരറ്റത്ത് വീതിയുള്ള ചിറകുമായി ധാരാളം വിത്തുകൾ കാണാനാവും. ഇനങ്ങളെ നോക്കാം. സാധാരണയായി വെള്ള, ചുവപ്പ്, വെള്ള കലർന്ന മഞ്ഞ നിറം എന്നിങ്ങനെ 3 നിറങ്ങളിൽ ഈഴച്ചെമ്പകം കാണപ്പെടുന്നുണ്ട്. ഇന്ന് ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റികളും കുള്ളൻ ഇനങ്ങളും ഒക്കെ തോട്ടങ്ങളിൽ കാണാൻ പറ്റും. സാധാരണ നിറങ്ങൾ കൂടാതെ ചുവപ്പ്, പിങ്ക്, മഞ്ഞ എന്നീ വർണ്ണങ്ങളിലും വർണ്ണമിശ്രിതങ്ങളിലുമായി 300-ൽ പരം ഇനങ്ങൾ ഇപ്പോൾ നഴ്സറികളിൽ കിട്ടാനുണ്ട്. പ്ലുമേറിയയുടെ 3 വർഗ്ഗങ്ങൾക്കാണ് അലങ്കാര വൃക്ഷമെന്ന നിലയിൽ പ്രാധാന്യം കൈവന്നിരിക്കുന്നത്. ആൽബവർഗം, തൂവെള്ളയോ മഞ്ഞ രാശിയോട് കൂടിയ വെള്ളയോ പൂക്കളാണ് ഈ ഇനത്തിന്. മറ്റൊന്ന് റൂബ്രവർഗം, ചുവപ്പ്, കടും മഞ്ഞ, ചുവപ്പിൽ മഞ്ഞ നിറം, പിങ്ക് എന്നീ നിറങ്ങളാണ് പൂക്കൾക്കുണ്ടാകാറുള്ളത്. മറ്റൊന്ന് ഒബറ്റ്യൂസ വർഗം. കുറുകിയ പ്രകൃതമുള്ള ഇവ പൂന്തോട്ടത്തിലെ പുൽത്തകിടികളിൽ വളർത്തി പരിപാലിക്കുവാൻ യോജിച്ചതാണ്. പ്ലുമേറിയ പൂവിടാൻ ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ ഇലയിലെ ഞരമ്പുകളുടെ നിറത്തിൽ നിന്ന് പൂക്കളുടെ നിറം തിരിച്ചറിയാൻ പറ്റും. വെള്ളരാശിയിൽ ഞരമ്പുള്ളവ വെള്ളയും വെള്ള കലർന്ന മഞ്ഞ ഞരമ്പുള്ളവ മഞ്ഞപ്പൂക്കളും ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. ചുവപ്പ് രാശിയുള്ള ഞരമ്പുള്ളവ ചുവപ്പും
ചുവപ്പിൻ്റെ വർണ്ണഭേദങ്ങളിലും പിങ്ക് ഞരമ്പുള്ള ഇനം പിങ്ക് പൂക്കളും ഉൽപ്പാദിപ്പിക്കുന്നു. കേരളത്തിൽ പൊതുവെ വെള്ള നിറത്തിലെ പൂക്കളുള്ള സിംഗപ്പൂർ വൈറ്റ് ഇനമാണ് പ്രചാരത്തിലുള്ളത്. പിങ്ക് നിറത്തിലുള്ള പൂക്കളുള്ള സിംഗപ്പൂർ പിങ്ക് എന്ന ഇനം വിദേശങ്ങളിലും കാണുന്നുണ്ട്. പ്ലുമേറിയ ഇനങ്ങളിൽ വെച്ച് ഏറ്റവും സുഗന്ധമുള്ളത് പ്ലുമേറിയ ഒബ്റ്റ്യൂസയ്ക്കാണ്. ഏറെ പ്രത്യേകതയുള്ള ഒന്നാണ് പ്ലുമേറിയ ഒബ്റ്റ്യൂസ. വർഷം മുഴുവൻ നിർത്താതെ പുഷ്പിക്കും. സൂര്യപ്രകാശം അല്പം കുറഞ്ഞാലും ഒബ്റ്റ്യൂസ ഇനങ്ങൾ പൂക്കൾ വിടർത്തും. അടുത്ത കാലത്താണ് പ്ലുമേറിയ പ്യൂഡിക്ക, പ്ലുമേറിയ ആൽബ എന്നിവ കേരളത്തിലെ പൂന്തോട്ടങ്ങളിൽ സ്ഥാനം പിടിച്ചത്. പൊതു ഉപയോഗങ്ങളെ നോക്കാം. ശരാശരി ഉയരത്തിൽ പന്തലിച്ച് നിറയെ പൂക്കളുമായി നിൽക്കുന്ന ഈഴച്ചെമ്പകം പൂന്തോട്ടങ്ങളെ ആകർഷകമാക്കുന്നു. ഇവയുടെ പൂക്കൾ ഇപ്പോൾ ഉദ്യാനത്തിലെ സൗന്ദര്യ റാണികളാണ്. പ്ലുമേറിയയുടെ പൂക്കളെ ഫ്ലവർ ഓഫ് പെർഫെക്ഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതളുകളുടെ വിന്യാസമാണ് ഇതിന് കാരണം. പൂക്കളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന തൈലം വ്യാവസായിക അടിസ്ഥാനത്തിൽ സോപ്പുകളിലും സുഗന്ധലേപനങ്ങളിലും മറ്റും സൗരഭ്യം നൽകുവാൻ ചേർത്ത് വരുന്നുണ്ട്. ഒരേ ആകൃതിയിൽ 5 ഇതളോടുകൂടിയ പൂക്കൾ മനഃശാസ്ത്ര ചികിത്സാ രീതിയിൽ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. സുഗന്ധപുഷ്പങ്ങൾ മുഖ്യമായും ഉപയോഗിച്ചുള്ള അരോതെറാപ്പി എന്ന നവീന വൈദ്യശാഖയിൽ പ്ലുമേറിയയ്ക്ക് പ്രമുഖ സ്ഥാനമാണുള്ളത്. ഇതിൻ്റെ കാതൽ ഉടുക്ക് കടയുവാൻ ഉപയോഗിച്ചിരുന്നു. കുങ്കുമക്കളിയിൽ തീർത്ത ഉടുക്കിന് നല്ല മുഴങ്ങുന്ന ശബ്ദമുണ്ടായിരിക്കും. ഫാനാകൃതിയിലുള്ള ഇതിൻ്റെ പൂവിനെ ഈർക്കിലിയിൽ കോർത്ത് ഒരു കാറ്റാടിയായി കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കാറുണ്ട്. വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. സ്ത്രീകളുടെ മന്ദഹാസത്താൽ ചെമ്പകം പുഷ്പിക്കുമെന്ന് ഒരു വിശ്വാസമുണ്ട്. അമ്പലങ്ങളിലും കാവുകളിലും പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളിലും കാണുന്ന പാലയ്ക്ക് ഹൈന്ദവ വിശ്വാസികൾ പവിത്രത കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഇവ സാധാരണയായി മുറിക്കാറില്ല. അമ്പകം വീടിനോടടുത്ത് നടുന്നത് ദോഷമാണ് എന്ന വിശ്വാസം പൊതുവേ ഉണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഇവയുടെ കാണ്ഡത്തിന് ബലം കുറവായതിനാൽ ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമതായി, ഈ സസ്യത്തിൽ ഗുളികൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഇതിൻ്റെ ചുവട്ടിൽ ദിവസവും വിളക്ക് വെച്ചില്ലെങ്കിൽ ഗുളികൻ കോപിക്കും എന്ന് കരുതപ്പെടുന്നു. മൂന്നാമതായി, ചെമ്പകം ദേവാരാധ്യമായും ഭൂതാരാധ്യമായും എടുക്കുന്ന വൃക്ഷമാണ്. ഇത് വീടിനടുത്ത് നട്ടാൽ കാലക്രമത്തിൽ ദൈവിക ഭാവം വരുമെന്നും ആരാധന ആവശ്യമായി വരുമെന്നും കരുതപ്പെടുന്നു. ഈഴച്ചെമ്പകപ്പൂ പൂരസമയത്ത് കാമദേവന് അർപ്പിക്കാറുണ്ട്. ശ്രീലങ്കയിൽ നിന്നും കടൽ കടന്നു വന്നത് അലങ്കാര വൃക്ഷമായിട്ടാണെങ്കിലും പാലുള്ളതാകയാലും സുഗന്ധമുള്ളതിനാലും നിലനിൽക്കുന്നതാകയാലും ചുവടുഭാഗം കൽക്കരി പോലെ കത്തിജ്വലിക്കുന്നതിനാലും ഈഴച്ചെമ്പകം ദേവവൃക്ഷമായി മാറി. ഇതിൻ്റെ ചുവട്ടിൽ ഗുളികനും മുകളിൽ പടവീരനും വസിക്കുന്നു എന്നാണ് വിശ്വാസം. ചാത്തൻ്റെയും ഗുളികൻ്റെയും മറ്റും തെയ്യം കെട്ടുന്നവർ സാധാരണ മുടി അഴിച്ചു വയ്ക്കുന്നത് ഈഴച്ചെമ്പകത്തിലാണ്. പല കാവുകളിലും ചെമ്പകത്തറയിലാണ് വിളക്ക് വയ്ക്കുന്നത്. ചെമ്പകത്തിനടുത്ത് സാധാരണ ചിതൽപുറ്റും കാണാറുണ്ട്. രാസഘടകങ്ങളെ നോക്കാം. പുഷ്പത്തിൽ കണ്ടെത്തിയ പ്രധാന ഘടകങ്ങൾ എണ്ണ, ഹൈഡ്രോഡിസ്റ്റിൽഡ്, അസ്ഥിരമായ ഡിസ്റ്റിലേറ്റും ആണ്. പൂക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ബാഷ്പീകരണ ശേഷിയുള്ള സുഗന്ധതൈലത്തിന് നാരങ്ങയുടെയും കറുവയുടെയും മറ്റും സമ്മിശ്ര ഗന്ധമാണ്. ഇവയുടെ പൂക്കളുടെ എണ്ണയിൽ ബെൻസിൽ എസറ്റേറ്റുകൾ, അലിഫാറ്റിക് ആൽക്കനുകൾ, ഓക്സിജൻ അടങ്ങിയ മോണോടെർമിനുകൾ, ഓക്സിജൻ അടങ്ങിയ സെസ്കിറ്റർപെൻസ്, ഡിറ്റർപിൻ, ബെൻസിൽ സാലിസേറ്റ്, ബെൻസോയേറ്റ്, ജെറാനിയോൾ, ജെറനൈൽ ലിനൂൾ, ട്രൈക്കോസേൻ ലിനൂൾ, നോണ്ടക്കെയിൻ, നെറോലിഡോൺ, പെൻഡക്കോസൈൻ എന്നിവയുണ്ട്. ഔഷധ മൂല്യങ്ങളെ നോക്കാം. ഈഴച്ചെമ്പകം ഔഷധ നിർമ്മാണത്തിനായി ഉപയോഗിക്കപ്പെടുന്നു. വൃക്ഷത്തിൻ്റെ മരപ്പെട്ട ഗുഹ്യരോഗ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട്. പൂവിൽ നിന്നാണ് ചെമ്പക തൈലം വാറ്റിയെടുക്കുന്നത്. ഈഴച്ചെമ്പകത്തിലെ ഘടകങ്ങൾക്ക് ആൻറ്റി ഫെർട്ടിലിറ്റി, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ,
ആൻറ്റി ട്യൂമർ, ആൻറ്റിവൈറൽ, ആൻറ്റിബയോട്ടിക് സ്വഭാവങ്ങളുണ്ടെന്ന് ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുണ്ട്. വേദന സംഹാരിയായി ഉപയോഗിക്കാമെന്ന് പറയപ്പെടുന്നു. ക്ഷയരോഗത്തിൻ്റെ വളർച്ചയെ തടയുവാൻ സാധിക്കുമെന്ന് പറയുന്നു. ചില സ്ഥലങ്ങളിലെ നാടോടി ചികിത്സയിൽ പല്ലുവേദനയ്ക്ക് ഈ സസ്യത്തെ ഉപയോഗിക്കാറുണ്ട്. ഔഷധപ്രയോഗത്തെ നോക്കാം. ഈഴച്ചമ്പകത്തിന് കുങ്കുമക്കള്ളി എന്നും പറയാറുണ്ട്. ഇതിൻ്റെ പാലും പാളചുട്ട ചാരകവും കൂടി ഖചിതപിണ്ഡ തൈലത്തിൽ ചേർത്ത് പുരട്ടിയാൽ പിപാതിക അഥവാ കാൽ വിള്ളുന്നത് ശമിക്കുന്നതാണ്. കൃഷി രീതികളെ നോക്കാം. ഒരു വർഷമെങ്കിലും മൂപ്പെത്തിയ നേരിയ ചാരനിറമുള്ള പൂവിടാത്ത തണ്ടിൻ്റെ 1.5 അടി നീളമുള്ള അഗ്രഭാഗമാണ് നടീൽ വസ്തുവായി ഉപയോഗിക്കുക. തണ്ടിൻ്റെ മുറിപ്പാട് ഉണങ്ങുന്നതിനായി 3 ആഴ്ചക്കാലം തണലത്ത് കുത്തിച്ചാരി സൂക്ഷിക്കണം. ഇതിനുശേഷം നടാനെടുക്കുക. ചില സങ്കര ഇനങ്ങൾക്ക് പതിവയ്ക്കൽ രീതി മാത്രമേ തൈയുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ അപൂർവമായി ഉണ്ടാകുന്ന മൂപ്പെത്തിയ വിത്തും നടീൽ വസ്തുവായി പ്രയോജനപ്പെടുത്താം. നേരിയ രീതിയിൽ തുള്ളി നന ദിവസവും നൽകിയാൽ 2 ആഴ്ചയ്ക്കകം വിത്തുമുളച്ച് തൈയാകും. സാവധാനത്തിൽ വളരുന്ന തൈ മൂപ്പെത്തി പൂവിടാൻ 3 വർഷം വരെ വേണ്ടിവരും. വിത്ത് നട്ടാണ് സങ്കര ഇനങ്ങൾ സാധാരണയായി ഉണ്ടാക്കുന്നത്. പ്രാരംഭദശയിൽ നേരിയ തോതിൽ നന മതിയാകും. നടീൽ വസ്തുവിൽ നിന്നും പുതിയ നാമ്പും ഇലകളും ഉണ്ടാകുവാൻ 1 മാസം വരെ കാലതാമസമെടുക്കാറുണ്ട്. വിത്തുവഴി വളർത്തിയെടുത്ത തൈ 1 അടി ഉയരമായാൽ മാറ്റി സ്ഥാപിക്കാവുന്നതാണ്. നല്ല നീർവാർച്ചയുള്ളതും നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നതുമായ സ്ഥലമാണ് പ്ലുമേറിയയ്ക്ക് യോജ്യമായിട്ടുള്ളത്. സൂര്യപ്രകാശം ആവശ്യത്തിന് ലഭിക്കുന്നില്ലെങ്കിൽ തണ്ടിന് നീളം വെച്ച് വലിയ ഇലകളുമായി പൂവിടാ വൃക്ഷമായി മാറും. പൊട്ടാസ്യവും സൂക്ഷ്മരാസവളങ്ങളും അടങ്ങിയ മിശ്രിതം നേരിയ തോതിൽ നൽകുന്നത് കൂടുതൽ പൂക്കൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ജൈവവളമായി കമ്പോസ്റ്റും നൽകാവുന്നതാണ്. ഒരു പരിധിവരെ വരണ്ട പരിതസ്ഥിതിയിൽ വളരുവാൻ യോജിച്ച സസ്യമാണിത്. അതുകൊണ്ട് തന്നെ നന വളരെ മിതമായി മതിയാകും. മഴക്കാലത്ത് നന പൂർണ്ണമായി ഒഴിവാക്കുകയും ചെടിക്ക് ചുറ്റും നല്ല നീർവാർച്ചയുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ജലാംശം അധികമായാൽ വേര് ചീയലിന് സാധ്യത കൂടും. ഇലയുടെ അടിഭാഗത്ത് തണ്ടിനോട് ചേർന്ന് വെള്ളച്ചോക്കുപൊടി പോലെ ചെറുപ്രാണികൾ കൂട്ടമായി താവളമടിച്ച് ഇലപൊഴിയൽ രോഗം വരുത്താറുണ്ട്. ഏതെങ്കിലും കീടനാശിനി ഇലയുടെ താഴെ ഭാഗത്ത് തളിച്ച് ഈ കീടബാധയെ തടയാവുന്നതാണ്.